100 ദിന കർമ്മ പരിപാടികൾ, 541 പദ്ധതികൾ, 20 ദിവസം കൂടുന്നതോടനുസരിച്ച് ഈ പദ്ധതികൾ എന്തായി എന്ന് വിലയിരുത്താനുള്ള സംവിധാനങ്ങൾ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദ്രുതഗതിയിലുള്ള മാറ്റവും വികസനവും നമ്മൾ ജനങ്ങൾ കാണാൻ പോവുക. എനിക്ക് ശ്രീ അയ്യപ്പദാസിനോടും കേരളത്തിലെ പൊതുസമൂഹത്തിനോടും പറയാനുള്ളത് എന്തായിരുന്നു വലിയ മാറ്റം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യമായി ഞാൻ കാണുന്നത് മഹാരാജാവിൻ്റെ പരിവേഷവും മഹാരാജാവിൻ്റെ പരിഷ്കാരങ്ങളും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നു? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിലെ സാധാരണക്കാർക്കിടയിലൂടെ നടന്നു പോകാൻ ആരും ഉപദ്രവിക്കില്ല എന്നിരിക്കവേ 41 വാഹനങ്ങളുടെ അകമ്പടിയും പരേഡും വാതായനങ്ങൾ കൊട്ടിയടക്കലും രാജസിംഹാസനത്തിന്റെ അടുത്ത് പോലും ഈച്ചയെപ്പോലും കയറ്റിവിടാതിരിക്കലുമായി ജനങ്ങളെ അകറ്റി ആരെങ്കിലും ഒരു കറുത്ത കൊടിയോ കറുത്ത പ്രതിഷേധമോ നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കറുത്ത മാസ്ക് ധരിച്ചാൽ അവരെല്ലാം കൈകാര്യം ചെയ്ത് തലയടിച്ച് പൊട്ടിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന മഹാരാജാവിൻ്റെ പദ്ധതിയെ ഞങ്ങൾ മാറ്റി. ഞങ്ങൾ സെക്രട്ടേറിയറ്റും മന്ത്രിമന്ദിരങ്ങളും ഉച്ചയ്ക്ക് 3 മണി മുതൽ ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു. യുഡിഎഫിനെ അധികാരത്തിലേറ്റിയ ജനങ്ങളോടുള്ള കടപ്പാട് ഞങ്ങൾ നടപ്പിലാക്കി എന്നാ പറഞ്ഞത്. അല്ല, ഈ മഹാരാജാവിന്റെ പരിവേഷമൊക്കെ മാറ്റിയത് ജനങ്ങളല്ലേ? 100 ദിന കർമ്മ പരിപാടിക്ക് പുറമെ മഹാരാജാവിന്റെ പരിവേഷം കൊണ്ട് മടുത്ത ജനങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഞങ്ങൾക്ക് വേണമെങ്കിൽ 41 വാഹനങ്ങളുടെ അകമ്പടിയും പ്രോട്ടോകോളും എല്ലാം ആവാമായിരുന്നു. ഞങ്ങൾ അതെല്ലാം ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ ജനങ്ങളെ കണ്ടു തുടങ്ങി. അതല്ലേ വലിയ മാറ്റം. ഇവിടെ വോട്ട് ചെയ്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രിയെ ഒന്ന് തൊടാൻ, അവരുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒന്ന് കരയാൻ, അവരൊന്ന് ചേർത്ത് പിടിക്കാൻ, അവർക്ക് സമാശ്വാസം നൽകാൻ ഞാനുണ്ട് എന്ന് പറയാൻ ഒരു നാഥനുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ മാറ്റം. ആ മാറ്റം പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലിയോടുള്ള എതിർപ്പാണ്, മാറ്റമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്ക്, ഇവിടെ ഇപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വല്ലാതെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10 ലക്ഷം വനിതകളാണ് ഒരു ദിവസം പ്രിയദർശിനി ബസ് ഉപയോഗിക്കുന്നത്. KSRTC ബസ്സുകൾ സൗജന്യമായി സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടം, ഞാൻ ആവർത്തിക്കുന്നു, ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകൾ, രണ്ടാം ഘട്ടത്തിൽ പിന്നീട് ആലോചിക്കും. ആ ബസ്സുകൾക്ക് പ്രഖ്യാപിച്ചു. 10 ലക്ഷം വനിതകൾ ഓരോ ദിവസവും അവരുടെ യാത്രാക്കൂലികൾ അവരുടെ വീട്ടിലേക്ക് മാറ്റിവെക്കുന്നു. വിപ്ലവകരമല്ലേ? ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതല്ലേ? ഒരു മാസം 3000-4000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ മിച്ചം വരുന്ന പദ്ധതി. മൂന്നാമത്തെ കാര്യം, ഓപ്പറേഷൻ തൂഫാൻ. 10 കൊല്ലക്കാലം ഭരണകൂടത്തിന്റെ തണലിൽ പടർന്ന മാഫിയകളുണ്ട്, മയക്കുമരുന്ന് മാഫിയകൾ. ആലപ്പുഴയിലെ ഒരു ജില്ലാ നേതാവിന്റെ ഏറ്റവും അടുത്ത അനുയായി, ഒരു ബ്രാഞ്ച് സെക്രട്ടറി 1 കോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ട് പിടിയിലായപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ പറയുകയാണ്, തൂഫാനിലൂടെ ഞങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ 10 കോടിയുടെ ലഹരി, 1.583 MDMA പിടിച്ചെടുക്കൽ, 146 കഞ്ചാവ് പിടിച്ചെടുത്തു, 2778 അറസ്റ്റുകൾ. അടിവേലിറക്കുകയാണ് ഞങ്ങൾ. ലഹരി മാഫിയെ ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ് ഞങ്ങൾ. നാളത്തെ തലമുറയിലെ നാളത്തെ കുട്ടികൾക്കും രക്ഷകർത്താക്കളും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങൾ. 3, നിങ്ങൾ നോക്കും, മിഷൻ സമുദ്ര എന്ന് ഞാൻ പറയുമ്പോൾ കാവൽ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സമുദ്ര തീരത്തിന്റെ അടുത്തുള്ള മോണോസൈറ്റും ഇൽമനൈറ്റും എല്ലാം പിന്നെ മിഡ് വെസ്റ്റ് കമ്പനിക്ക് രാത്രിക്ക് രാമായണം എഴുതി കൊടുത്ത് ടെൻഡർ നടപടികൾ തിരുത്തിയതല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ട്രാൻസ്മിഷൻഷിപ്പ് പദ്ധതിയിലൂടെയും ഒക്കെ മാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. 4, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പും ഫണ്ടും, വയോജനങ്ങളെ പരിഗണിക്കാൻ, അവരെ അവസാന കാലഘട്ടങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകാൻ വയോജന പദ്ധതി. അതുപോലെ തന്നെ ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും പാചക തൊഴിലാളികൾക്കും 3000 രൂപയുടെ ഓണററി. ജനങ്ങൾക്ക് നൽകിയ പ്രതീക്ഷ നിലനിർത്തി ഈ 45 ദിവസം കൊണ്ടതാണ്. എനിക്ക് 2 മിനിറ്റ് കൂടെ തന്നിട്ട് ഞാൻ എന്ത് വേണോ ക്രിറ്റിസൈസ് തീർന്നില്ല. ഞങ്ങൾ 100 ദിവസം കൊണ്ട് എന്ത് നടപ്പിലാക്കിയെന്ന് ജനങ്ങളുടെ അടുത്ത് പറയണ്ടേ. 2, ഞങ്ങൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഫിഡവിറ്റ് തിരുത്തിയിരിക്കുകയാണ്. അവിടെ പുതിയ കേസ് വന്നിരിക്കുകയാണ്. ശില്പം പൊട്ടിച്ച് വീണ്ടും കൊള്ള നടത്താനുള്ള ശ്രമങ്ങൾ, അറസ്റ്റിലേക്ക് പോവുകയാണ്. ദേവാരണ്യ പദ്ധതി, ക്ഷേത്ര പരിസരങ്ങൾ അത് ഹരിതാഭമാക്കാനുള്ള പദ്ധതി. നെൽകൃഷിക്കാർ പാലക്കാട് ഉൾപ്പെടെ
കുടിശ്ശികയായി കിടന്ന നെല്ലിന്റെ മുഴുവൻ പൈസയും കൊടുത്തു തീർക്കുകയാണ്. കഴിഞ്ഞ മാസം വരെയുള്ള എല്ലാ പെൻഷനുകളും കൊടുത്തു തീർത്തു. അടുത്ത മാസത്തേക്കുള്ള പെൻഷനുള്ള തുക അനുവദിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്ന് ജനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ നോക്കൂ, ഇവിടെ PM ശ്രീ പദ്ധതി, ആ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങൾ സബ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. പിന്മാറാൻ പറ്റാത്തൊരു പദ്ധതി തല കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞു RSSന്റെ വായിൽ. അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ നോക്ക്, വനമേഖലയിൽ വന്യമൃഗങ്ങൾ പുറത്തു ചാടാതിരിക്കാൻ 500 റിസർവ് ഫോഴ്സസിനെ ഞങ്ങൾ നിയോഗിച്ചു കഴിഞ്ഞു. റാഗിംഗ് വിരുദ്ധ നിയമം, സിദ്ധാർത്ഥന്റെ നിയമം ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്ക്, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാൻ മാത്രമല്ല നടപ്പാക്കിയ സർക്കാരാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാനൊരു സമീപനത്തെ കുറിച്ചും ഇതും കൂടെ പറയട്ടെ. എങ്കിൽ അതിനോട് ചേർത്ത് ഞാൻ ഈ പറഞ്ഞ ഏകാധിപത്യം എന്ന് പറഞ്ഞപ്പോ രണ്ട് മന്ത്രിമാർ തന്നെ ഒരു ലീഡർ നിയമനത്തിലടക്കം കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തെ കുറിച്ചുകൂടെ പറയണം. എന്നിട്ട് ഞാൻ ശ്രീ ജയിക്കിലേക്ക് പോവാം. പാരിയത്തുകാവിൽ 10 കൊല്ലമായിട്ട് സിവിൽ കേസുകളിൽ കുടങ്ങിക്കിടന്നിരുന്ന പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. അവർക്ക് ഭൂമിയും വീടും പാരിയത്തുകാവിൽ. PSC ഇന്നത്തെ കാര്യം പറഞ്ഞുതരാം. PSC തട്ടിപ്പ് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന് 100 ദിവസം കൊണ്ട് സർവ്വതല സ്പർശിയായി ജനങ്ങളെ സഹായിക്കാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. വിപണിയിൽ ഇടപെടാൻ വേണ്ടി 1500 കോടി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം തടയാൻ സപ്ലൈകോയിലും അതുപോലെ തന്നെ സ്റ്റോറുകളിലും മാവേലി സ്റ്റോറുകളിലുമായിട്ട് പണം എത്തിക്കാൻ, സാധനം എത്തിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. ഏകാധിപത്യ രീതികൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിടത്താണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിമാർ തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് മാത്രമേ ശ്രദ്ധയപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിക്ക് ചില സവിശേഷ അധികാരമൊക്കെ ഉണ്ടെന്നേ. അത് ഏകാധിപത്യം ഒന്നും നിങ്ങൾ വേണമെങ്കിൽ വിശേഷിപ്പിച്ചോ. മുഖ്യമന്ത്രിക്ക് സവിശേഷമായ അധികാരമുണ്ട്. ചർച്ച ചെയ്യേണ്ട മുഴുവൻ വിഷയങ്ങളിലും ജനാധിപത്യ ക്യാബിനറ്റ് ചർച്ചകൾ നടക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സവിശേഷ അധികാരമുണ്ട്. അത് പ്രയോഗിക്കുക തന്നെ ചെയ്യും. ശരി, അത് പ്രയോഗിച്ചിട്ടുണ്ട്, ഇനിയും പ്രയോഗിക്കും. അതാണ് VD സതീശൻ. ഞാൻ തിരിച്ച് ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ 100 ദിവസം എങ്ങനെയുണ്ട്? നിങ്ങളുടെ 100 ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മഹാരാജാവിന് മനസ്സിലായി ഈ ഡഫേദാറും 40 കാറും അകമ്പടിയും ഒന്നും ഇല്ലാതെ പോയാലേ ജനങ്ങൾ മാനിക്കോളൂ. അതുകൊണ്ടാണ് അകമ്പടിയില്ലാതെ, പോലീസിന്റെ പ്രോട്ടോകോളുകളില്ലാതെ മനുഷ്യനായി തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ശ്രീ പിണറായി വിജയൻ ഇരുന്നത്. അല്ല, നിങ്ങൾ ഇനി ഇപ്പോഴും പിണറായി വിജയൻ യൂട്ടേണുകളെ കുറിച്ചൊന്ന് പറയൂ. അതായിരുന്നല്ലോ ഈ ചർച്ചയിൽ വന്നൊരു പോയിന്റ്. ഞാൻ പറഞ്ഞു സാർ, അതിലേ പറഞ്ഞുതരേ, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്ക്, നിങ്ങൾ പറഞ്ഞു PM ശ്രീയിൽ തിരിച്ചടി. ആരാ PM ശ്രീയിൽ ഒപ്പിട്ടത്? RSSന്റെ പദ്ധതിയായ PM ശ്രീ എന്ന് ആരോപണം ഉയർത്തി ഒപ്പിടാൻ പോയതാരാ? രാത്രിഗ്രാമനെ ഒപ്പിടാൻ പോയതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? CPIയും മന്ത്രിസഭയും പാർട്ടിയും അറിയാതെ ഒപ്പിട്ട് പോയി 205 കോടി രൂപ SSK ഫണ്ട് വാങ്ങി അതിനകത്ത് ഒപ്പിട്ടു. ഇപ്പൊ തിരിച്ചിറങ്ങാൻ നിവർത്തിയില്ല. എന്താ കാര്യം? ഞങ്ങൾ പഠിച്ചു. ആ MOയിൽ അങ്ങനെ ഒരു വകുപ്പില്ല. എന്താ കാര്യം? കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മന്ത്രാലയം, കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയം, അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ്, അവർക്ക് മാത്രമേ പിന്മാറാൻ പറ്റുള്ളൂ. തന്ത്രപരമായ നിലപാടാണല്ലോ കഴിഞ്ഞ സർക്കാരിന്റെ അവസാനം LDF ചെയ്തത്. അവരെന്ത് ചെയ്തു? കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് വെച്ചാൽ പദ്ധതി വേണ്ടെന്ന് പറയുകയല്ല, അതും ചിലപ്പോൾ താങ്കൾ ഈ പറയുന്ന സാങ്കേതികത്വം കൊണ്ടായിരിക്കും പിന്മാറാൻ പറ്റില്ല എന്ന്. അവരെന്ത് ചെയ്തു? കെപ്റ്റ് ഇൻ അബയൻസ്, അനക്കാതെ അവിടെ വെച്ചു. അല്ല, അപ്പൊ ഇപ്പോ അയ്യപ്പദാസ് സത്യം പറഞ്ഞു. ഇപ്പൊ അയ്യദാസ് നിഷ്പക്ഷനായ ആങ്കറെ പോലെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് പറഞ്ഞു, പിന്മാറാൻ പറ്റാത്ത ഊരാക്കുടുക്കിൽ കൊണ്ടുവന്ന് കൈവച്ചു കൊടുത്തു. എന്നിട്ട് ഇറങ്ങി വന്ന് RSS ആണ്. നടക്കില്ല സൗര. കോൺഗ്രസ് RSS ആണ്. VD സതീശൻ RSS ആണ്. നടക്കില്ല സൗര, നടക്കില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറാൻ പറ്റുമോ? ഞങ്ങൾ പഠിക്കാൻ സമിതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ. കൊണ്ടുവന്ന് ഊരാക്കുടുക്കി കൊണ്ടുവന്ന് കടുവയുടെ വാക്യകത്തോണ്ടെന്ന് കൈ വെച്ചിട്ട് പറയുകയാണ്, അയ്യോ കൈ വെച്ചേ, മതേതരത്വം പോയേ. ഈ PMAY അതിൽ എംബ്ലം പതിപ്പിക്കുന്ന ട്രോളിംഗ് ബാൻ ആണല്ലോ. ട്രോളിംഗ് ബാൻ കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു MLA ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു. ഭയങ്കര രസകരമായിട്ടുള്ള കമന്റാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാലക്കാട് നിന്നുള്ള PP സുമോദാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾ സൂക്ഷിക്കണം. കാരണം ഈ കടലിലേക്ക് ഇവർ എറിഞ്ഞു കളഞ്ഞ മറ്റേ PM ശ്രീയിലെയും അതുപോലെ PMAYയിലെയും ഒക്കെ സാധനങ്ങൾ കടലിൽ കിടപ്പുണ്ടല്ലോ, അതൊന്നും ശരീരത്തിലോ ബോട്ടിലോ തട്ടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഉടനെ ഞങ്ങൾ ചിരിച്ചു.
മറ്റേ കുപ്പിവെള്ളം കലക്കി കൊണ്ടുവന്നിട്ട് അതേ മലിനജലം ഒഴിച്ച് എന്ന് പറഞ്ഞത് കേട്ടപ്പോഴും ഞങ്ങൾ ചിരിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ചിരിക്കാനേ കൊള്ളാവൂ, എങ്കിൽ അതിനും ചിരിക്ക്. ഇതേ കുപ്പിവെള്ളം തലയടിച്ച് പൊട്ടിച്ച മുഖ്യമന്ത്രി, ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചപ്പോ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കുപ്പിവെള്ളത്തിൽ ചെളി പുരണ്ടേ എന്ന് എടുത്ത് പൊക്കി കാണിച്ചില്ലേ? അപ്പൊ ഞങ്ങളും ചിരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് ചിരിച്ച് കളിക്കാം 5 കൊല്ലം. ഞാൻ പറഞ്ഞത് പോയിന്റാണ്. PM ശ്രീന്ന് പിന്മാറാൻ പറ്റുമോ? പറ്റാത്ത വണ്ണം കുടുക്കിലാക്കി. PMAYയിൽ നരേന്ദ്രമോദിയുടെ പടവും ഇല്ല, നരേന്ദ്രമോദിയുടെ പേരുമില്ല, ഒരു എംബ്ലമുണ്ട്. 1,60,000 വീട് വാങ്ങിയത് പിണറായി സർക്കാരാ. ഇനി 1,20,000 വീട് കൂടെ കിട്ടാനുണ്ട്. 1,60,000 വീടുകൾ വാങ്ങി ആ എംബ്ലം പതിച്ചപ്പോ RSS ഇല്ലായിരുന്നോ? പിണറായി പറ്റില്ല എന്നൊരു നിലപാട് UDF-നും ലീഗിനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഞങ്ങൾ ശരിയാണ്, ഞങ്ങൾ അന്ന് പറഞ്ഞെന്താണ്, അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്താണെന്നറിയോ, ഇത് പിന്മാറാൻ പറ്റാത്ത വണ്ണമുള്ള കുരുക്കാണെന്ന് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചപ്പോഴേ മനസ്സിലായത്. ഇനി അടുത്ത പോയിന്റ് നോക്ക്. കരിമണൽ ഖനനം ഞങ്ങൾ വളരെ വ്യക്തമായി പറയാം. കേരളത്തിലെ കരിമണൽ മേഖലയെ പറയപ്പെടുന്ന തെലങ്കാന കമ്പനിക്ക് കാവൽ മന്ത്രിസഭയുടെ കാലത്ത് എഴുതി കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങളുടെ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുക. എല്ലാം കാവൽ മന്ത്രിസഭയുടെ കാലത്ത് എല്ലാം കരിമണൽ കമ്പനിയെ തെലങ്കാനയുടെ കമ്പനിക്ക് മൈൽഡ് വെസ്റ്റിന് എല്ലാം എഴുതി കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങളുടെ സ്വകാര്യ മേഖലയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവർക്ക് നാണമില്ലേ? ഇനി അടുത്തത് എന്താണെന്നറിയോ? PSC തട്ടിപ്പ്. ഇന്ന് നോക്ക്, എത്ര മക്കളാണ് പരീക്ഷ എഴുതുന്നത്? എത്ര പേരുടെ ജീവിതമാണ് നിങ്ങൾ തുലച്ചത്? PSC പരീക്ഷയിൽ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ യുവമാർ എന്താ ചെയ്തെന്നറിയോ? കുറെ CPM-മാരെ കൊണ്ടുവന്ന് PSC-യുടെ മെമ്പർമായിട്ട് ഇരുത്തിയിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് തടിച്ചു കൊഴുത്ത വെള്ളാനകൾ. യുവമാർ എന്താ ചെയ്തെന്നറിയോ? അവിടെ സഖാക്കന്മാരെ മാത്രം തിരികെ കയറ്റാൻ വേണ്ടി PSC-യുടെ ചോദ്യപേപ്പറുകളിൽ ശരിയായി ഉത്തരം എഴുതിയ 10 ഉത്തരം കൗണ്ട് ചെയ്തില്ല. അവസാനം ബുദ്ധിയുള്ള ഒരുത്തർ വിവരാവകാശ നിയമപ്രകാരം പോയപ്പോ പലവർക്കും അവർക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ വരാവുന്ന ആളുകളുടെ മുഴുവൻ ചോദ്യങ്ങളെയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു. തട്ടിപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാറ്റം വരും സാർ, മാറ്റം വരും. തീർന്നില്ല. നിങ്ങൾക്കറിയാം ആരാ ജിതിൻ ഭാസ്കർ? ഈ ഇരിക്കുന്ന ജയിക്കിന്റെ സ്വന്തം ആളാണ് ജിതിൻ ഭാസ്കർ. അവനല്ല അതുകൂടെ പറയട്ടെ സാർ, അതുകൂടെ പറയട്ടെ. RSS ആണ്. RSS വരുന്നേ മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ന്യൂനപക്ഷങ്ങളെ ഒന്നിക്കൂ എന്നാണല്ലോ ഇതിന്റെയൊക്കെ വ്യംഗ്യാർത്ഥം. ഒരു കാര്യം പറഞ്ഞുതരാം. ആരാ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? ജിതിൻ ഭാസ്കർ. എന്തിനാ? മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കാൻ. ആരാ ഉത്തരവാദി? DYFI-യുടെ ഏരിയ ട്രഷറർ അല്ല, ബ്ലോക്ക് ട്രഷറർ. ആരാ ജിതിൻ ഭാസ്കർ? ഒരു പ്രമുഖ CPM നേതാവിന്റെ അടുത്ത ബന്ധുവും ഇതടക്കമുള്ള ഭാഗങ്ങൾക്കാണ് ശ്രീ ജയിക്ക് മറുപടി പറയുന്നത്. ശ്രീ ജയിക്കിനും അതുപോലെ ശ്രീ ജോർജ് മറുപടി പറയാനുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരാം.